ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാൻ കഴിഞ്ഞ മാസം 18-ന് എടുത്ത വീഡിയോ ആണ്. അതായത് ഏച്ചി ഷാർജയിലേക്ക് പോകുന്ന ദിവസത്തെ വിശേഷങ്ങളാണ്. അപ്പോൾ രാവിലെ ഒന്ന് ഫുൾ തിരക്കായതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഫുഡും കാര്യങ്ങളെല്ലാം ആക്കി ഇതാ സാമ്പാർ, പെരക്ക്, കൂട്ടുകറി, അങ്ങനെ കുറച്ച് ഐറ്റംസ്. നോൺ വെജ് ഒന്നുമില്ല കേട്ടോ. തലേ ദിവസം 2 ദിവസമായിട്ട് നോൺ വെജും കാര്യങ്ങളെല്ലാം ആയിരുന്നു. പിന്നെ ഏച്ചിക്ക് പായസം വേണമെന്ന് പറഞ്ഞിട്ട് പായസം കൂടി ആക്കിയിട്ടുണ്ടായിരുന്നു. ഫുൾ കുക്കിംഗ് എൻ്റെ വകയായിരുന്നു കേട്ടോ. അങ്ങനെ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ആക്കി കൊടുത്ത് ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് ഇതാ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. സന്തോഷമാണോ എന്ന് ചോദിച്ചാൽ സന്തോഷമാണ്, സങ്കടം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് സങ്കടമുണ്ട് കേട്ടോ. പിന്നെ നല്ലതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. ഏച്ചിക്കും ഏച്ചീൻ്റെ മക്കൾക്കും എല്ലാവർക്കും നല്ലതിന് വേണ്ടിയിട്ടാണ് ഓള് പോകുന്നത്. എന്തായാലും നാട്ടിൽ നിൽക്കുന്നതിനെക്കാട്ടിയും പുറത്ത് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. പിന്നെ എല്ലാവരെയും കാണാൻ പറ്റൂല, അതൊരു വലിയ വിഷമം തന്നെയാണ് കേട്ടോ. ചേച്ചി പോകുന്നതിന് മുന്നേ എനിക്ക് തന്നതാണ് കേട്ടോ ഈ കീ ചെയിൻ. പിന്നെ ഇതാ അപ്പൂനോടെല്ലാം ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, എന്നിട്ട് നല്ല കുട്ടിയായിട്ട് നിൽക്കണം, അച്ഛനും അമ്മയും പറയുന്ന പോലെ കേട്ട് നിൽക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് അപ്പൂനോട് ഇങ്ങനെ പറയാന്ന്. ഒരുപാട് വിഷമമുണ്ട് പോകുമ്പോൾ. ഇങ്ങനെ ഹാപ്പി ആയിട്ടാണെങ്കിലും ചേച്ചീൻ്റെ ഉള്ളിൽ ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. അത് ശരിക്കും അവിടെ എത്തിക്കഴിയുമ്പോൾ ആ വിഷമം മൊത്തം പുറത്ത് വന്നിട്ടുണ്ടായത്. അപ്പോൾ പോകുമ്പം ആൾ ഉള്ളിലെല്ലാം പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളായാലും എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് തന്നെയാണ് കേട്ടോ നടന്നത്. ഉള്ളിൽ ഒരുപാട് വിഷമം ഉണ്ടെങ്കിലും അത് പുറത്ത് കാണിച്ചിട്ടുണ്ടായിട്ടില്ല. നമ്മൾ ഒന്ന് കരഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഓക്കും പിന്നെ ആകെ വിഷമാവും. അതുകൊണ്ട് നമ്മളെല്ലാവരും പിടിച്ച് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിതാ പോവുകയാണ്. അപ്പോൾ അപ്പുറത്തെ വീട്ടിലുള്ളവർക്കെല്ലാം ടാറ്റ പറയാൻ. അപ്പോൾ കസിൻസും ബന്ധുക്കളെല്ലാം ഉണ്ടായിന് വീട്ടിൽ. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് പിന്നെ അമ്മേൻ്റെ ഒപ്പം ഫോട്ടോ എല്ലാം എടുത്ത് അങ്ങനെ നമ്മളിതാ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ പിന്നെ ട്രാവലറാക്കിയിട്ടാണ് പോകുന്നത്. വേറെ വണ്ടിയാകുമ്പം നമ്മൾ ഇത്രയും ആൾക്കാരേ ഇല്ലൂ, എന്നാലും നല്ല സുഖമായിട്ട് ഇരുന്ന് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ പെട്ടിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ എന്താണ് ചേച്ചി പോനെ ഷാർജയിൽ പോനെ അവരെ വീട്ടിൽ നിന്നും കുറച്ച് സാധനങ്ങളെല്ലാം കൊടുത്തേക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരെ സാധനങ്ങളും എല്ലാം എടുക്കാനുണ്ട്. ചേച്ചി പിന്നെ ഒന്നും കാര്യമായിട്ട് കൊണ്ടുവന്നില്ല. ഒക്കെ അത്യാവശ്യം വേണ്ടി ഡ്രസ്സ് മാത്രമേ ഉള്ളൂ എടുത്തിട്ടുള്ളൂ. ബാക്കി ഇതാ ഈ വണ്ടിയിലുണ്ട് കേട്ടോ സാധനം. ഇപ്പോൾ ആ വണ്ടിയിൽ നിന്ന് നമ്മളെ വണ്ടിയിലേക്ക് സാധനങ്ങൾ എടുത്ത് വെക്കും. അതെല്ലാം അങ്ങേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പോകുമ്പം ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. രാവിലെയെല്ലാം നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നമ്മൾ പോകുന്ന വഴിയിലൊന്നും കാര്യമായിട്ടുള്ള മഴയൊന്നും ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് നല്ലതായിരുന്നു. അങ്ങനെ ഇത് അച്ഛൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് സാധനങ്ങളെല്ലാം എടുത്തിട്ട് വണ്ടിയിലേക്ക് വെക്കുവാണ്. പിന്നെ ഇനി തളിപ്പറമ്പെന്ന് എൻ്റെ ആൻറ്റീനെയും മോളെയും കൂടെ നമുക്ക് കൂട്ടാനുണ്ട് കേട്ടോ. അവർക്ക് വീട്ടിലേക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല രാവിലെ. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ തളിപ്പറമ്പ് വഴിയാണ് പോകുന്നത്, അപ്പോൾ നിങ്ങളെന്നാൽ പിന്നെ അവിടെ നിന്ന് വന്ന് എയർപോർട്ടിലേക്ക് വരികയും ചെയ്യാമല്ലോ ചേച്ചീനെ വിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവർ തളിപ്പറമ്പിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിതാ പോയിക്കൊണ്ട് നിൽക്കുവാണ് കേട്ടോ. പിന്നെന്താ പറയേണ്ടത്, പ്രത്യേകിച്ചൊന്നും ഈ വീഡിയോയിൽ പറയാനില്ല കേട്ടോ. ആ പോകുന്ന വീഡിയോസും കാര്യങ്ങളും അങ്ങനെയെല്ലാമാണ്. പിന്നെ ആദ്യമായിട്ടാണ് പോകുന്നത്, അതുകൊണ്ടില്ലേ ടെൻഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ അടുത്തേക്ക് തന്നെയാണ് കേട്ടോ പോകുന്നത്, നമുക്ക് പരിചയമുള്ള ആൾക്കാരുടെ അടുത്തേക്കാണ്, അതുകൊണ്ടൊരു സമാധാനമുണ്ട്. അങ്ങനത്തെ ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നല്ല ഒരു ഫാമിലീൻ്റെ അടുത്തേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അവർ നല്ല ഫാമിലിയാണ്, ഒരു സ്വന്തം ഒരു സിസ്റ്ററിനെ പോലെ കരുതുന്ന അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ പോകുന്നത്. പോയിട്ട് ഇപ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞില്ലേ 18-ാം തീയതി പോയി, ഇന്നിപ്പം 10-11 ഏകദേശം ഒരു മാസം ആവാനായി. 2 ദിവസം ഭയങ്കര വിഷമവും കാര്യങ്ങളെല്ലാം ആയിരുന്നെങ്കിലും പിന്നെ ആൾ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ആൻറ്റീരെ മോള്, ആപ്പൻ്റെ മോള്, അച്ഛൻ്റെ അനിയൻ്റെ മോള്, ഇത് ആൻറ്റി കേട്ടോ. അങ്ങനെ അവർ രണ്ടാളും തളിപ്പറമ്പ് നമ്മളെ വണ്ടിയിൽ കയറി അങ്ങനെ വീണ്ടും നമ്മളെ യാത്ര തുടർന്നു. കണ്ണൂർ എയർപോർട്ടിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ ഫ്ലൈറ്റ് 1.5 മണിക്കൂർ ലേറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അതുകൊണ്ട് നമ്മൾ പിന്നെ 1 മണിക്ക് ഇറങ്ങാൻ പ്ലാൻ ചെയ്ത് നമ്മൾ പിന്നെ ഒരു 3 മണിയാകുമ്പോഴത്തേക്കാണ് ഇറങ്ങിയിട്ടുണ്ടായിന് കേട്ടോ. അങ്ങനെ പിന്നെ നേരത്തെ പോയിട്ട് ആടെ ഇരിക്കണ്ടല്ലോ, എന്നാലും കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങിയത്. ആദ്യമായിട്ട് പോകുന്നില്ല, അതുകൊണ്ട് കാര്യങ്ങളൊന്നും അങ്ങനെ അറിയില്ലല്ലോ. പിന്നെ നമുക്കിങ്ങനെ ഇടുന്ന പൃഥ്വിയുടെ ഏട്ടൻ പോവും വരികയും ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ ഇത്ര മണിക്കൂർ മുന്നേ എത്തേണ്ടത് ഇങ്ങനെയല്ലാന്ന് കാര്യങ്ങളെന്ന് അറിയുന്നതുകൊണ്ട് അങ്ങനെയെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിന്. എന്നാലും ആദ്യമായിട്ടല്ലേ വെറുതെ ലേറ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് നേരത്തെ തന്നെയാണ് ഇറങ്ങിയത്. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഫ്ലൈറ്റ് കുറച്ച് സമയം കൂടെ ലേറ്റ് ആയിരുന്നു കേട്ടോ. എന്തായാലും കുഴപ്പമില്ല, ഹരിബറി ആവാണ്ട് അവിടെ നിന്ന് കാര്യങ്ങളെല്ലാം ചെയ്യാമല്ലോ, അല്ലെങ്കിൽ പിന്നെ തിരക്ക് പിടിച്ച് ആകെ സീനാവും. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ഇത് കാണുമ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്ത് വെച്ചതാണ് കേട്ടോ.
അങ്ങനെ പിന്നെ എൻ്റെ ഒന്ന് പോകുന്ന വഴിക്കുന്ന് ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. പിന്നെ ഏച്ചിക്ക് പിന്നെ ഫ്ലൈറ്റ് കയറി കഴിഞ്ഞാലൊന്നും കിട്ടൂലല്ലോ, അങ്ങ് എത്തണ്ടേ. പിന്നെ അങ്ങനെ ഒരു എയർപോർട്ട് എത്തുന്നതിന് മുന്നേ ഒരു കടയിൽ കയറിയിട്ട് ഇതെല്ലാവരും ചായ കുടിക്കാൻ ഇരുന്നിട്ടുണ്ട്. പൃഥ്വിയേട്ടന് ഭയങ്കര ജലദോഷമാണ് കേട്ടോ. ആടെ വന്നേരേ ഭയങ്കര ജലദോഷമായിരുന്നു. അപ്പോൾ മാറി അങ്ങോട്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മളെല്ലാവരും ഇതാ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. പിള്ളേർക്കെല്ലാം യാത്ര ചെയ്യുന്നതിൻ്റെ ക്ഷീണമാണ്. എല്ലാവർക്കും വണ്ടി കയറി കഴിഞ്ഞാൽ ഛർദ്ദിക്കുമെന്നുള്ള പേടിയാണ്. അങ്ങനെ നമ്മളിങ്ങനെ ചായക്കും കടിക്കെല്ലാം ഓർഡർ ചെയ്തിട്ടിരിക്കലാണ്. അപ്പം നമ്മൾ വാങ്ങിയത് ഈ സാധനമാണ് കേട്ടോ. എന്തോ പോക്കറ്റ് ഷവർമയാണ്, ബ്രെഡ് പോക്കറ്റ് ഷവർമ, അങ്ങനെ എന്തോ ഒരു സാധനമാണ്. ദേവൂട്ടി പിന്നെ ചിക്കൻ റോളാണ് വാങ്ങിയിട്ടുണ്ടായിന്. അങ്ങനെ എല്ലാവരും ചായയെല്ലാം കുടിച്ച് ചേച്ചിക്ക് അത്യാവശ്യം എന്തോ ബിസ്ക്കറ്റും വെള്ളമെല്ലാം വാങ്ങി ബാഗിൽ കരുതി. പെട്ടെന്ന് വിശന്ന ഒന്നും കിട്ടൂലല്ലോ. അങ്ങനെ ഓക്ക് വേണ്ട ഐറ്റംസും എല്ലാം വാങ്ങിക്കൊടുത്തിട്ട് നമ്മളിതാ നേരെ പോവുകയാണ്. അപ്പോൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അങ്ങെത്തിയില്ല, എയർപോർട്ടിലേക്ക് കയറി. അപ്പം നല്ല രസമല്ലേ ഇവിടുത്തെ കാഴ്ചകളെല്ലാം ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അപ്പൂട്ടന് ഏറ്റവും മുന്നിലാണ് ഇരുന്നിട്ടുണ്ടായിന്. അങ്ങനെ അപ്പൂട്ടൻ മുന്നിൽ ഇരുന്നിട്ട് എനിക്ക് എടുത്തു തന്ന വീഡിയോസാണ് കേട്ടോ ഇതെല്ലാം. ഫോണിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് ഫോണ് പൊട്ടിയിട്ട് പിന്നെ അത് നന്നാക്കാൻ വേണ്ടി കൊടുത്തു. അങ്ങനെ പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിന്. എന്നാലും ഫോണിനിപ്പം എന്തെല്ലോ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. തന്നാലെ ചില സമയത്ത് പിന്നെ എന്താന്ന് ടച്ച് വർക്ക് ചെയ്യുന്നില്ല. ചിലപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ടച്ച് വർക്ക് ചെയ്യും. ആരെയിലേക്കെല്ലോ കോള് പോവും. എഡിറ്റ് ചെയ്യുമ്പോൾ ആയാലും എന്തെല്ലോ പ്രശ്നങ്ങളുണ്ട്. പെട്ടെന്ന് സ്റ്റക്കായി പോവുക, അങ്ങനത്തെ എന്തെല്ലോ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വൈകിയത്. ഇപ്പോഴും ഓക്കെ ആയിട്ടൊന്നുമില്ല, എന്നാലും ഞാൻ ചെയ്ത് നോക്കുന്നതാണ്. ഇതുവരെയും പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് മാത്രമാണ് അതിന് പ്രശ്നം. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാൻ വിളിച്ച് ചോദിച്ച സമയത്ത് എന്തോ സെറ്റിങ്സിൽ എന്തോ കറക്റ്റാക്കാനെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ഇനി എപ്പോഴെങ്കിലും തളിപ്പറമ്പ് പോകുമ്പം ഫോൺ ആ കടയിൽ തന്നെ കൊണ്ടുപോയിട്ട് ഒന്ന് ശരിയാക്കണം. അല്ലെങ്കിൽ ഇത് ഒരാളെ കോൾ ചെയ്തുകൊണ്ട് നിൽക്കുമ്പം അവരെ കോള് ഹോൾഡ് ആവുക, എന്നിട്ട് വേറെ ആളിലേക്ക് കോള് പോവും. അങ്ങനെയുള്ളതാണ് ഇപ്പോൾ ഫോണിൻ്റെ അവസ്ഥ. അപ്പം എന്തായാലും നമ്മളിതാ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മളവിടെ എത്തി. നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് തന്നെ അടുത്ത സ്റ്റാഫ് വരും കേട്ടോ. അവരെ സർവീസ് വേണമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ നന്ദുവിൻ്റെ കൂടെ സ്കൂളിൽ പഠിക്കുന്ന നന്ദുവിൻ്റെ ഫ്രണ്ടിൻ്റെ ഉമ്മ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ തലേ ദിവസം ഞാൻ അവരോട് വിളിച്ച് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിന് ആദ്യമായിട്ട് പോകുമ്പം 1000 രൂപ അടച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളെല്ലാം ഇതാണ് കേട്ടോ നന്ദുവിൻ്റെ ഫ്രണ്ടിൻ്റെ ഉമ്മ. പിന്നെ അപ്പോൾ നമ്മൾ 1000 രൂപ അടച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളെല്ലാം അവർ നോക്കിക്കോളും. നമ്മൾ എവിടെയും പോയി ക്യൂ നിൽക്കുകയോ കാര്യങ്ങളോ ഒന്നും വേണ്ട. പിന്നെ ബാക്കി ഒരാൾ ഇവരെ കൂടെ തന്നെ പോവും. അല്ലാണ്ട് ആദ്യമായിട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഒന്നും മനസ്സിലാവില്ലല്ലോ. ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ, ആർക്കായാലും ആദ്യമൊന്നും തിരിയില്ലല്ലോ. അപ്പോൾ ചിലപ്പം ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം ഉണ്ടാവില്ലേ. ഇതാവുമ്പം ഒരു സ്റ്റാഫ് പിന്നെ ഇതിൻ്റെ അകത്തുനിന്ന് കയറുമ്പം മുതൽ അവരൊന്നിച്ച് തന്നെ ഉണ്ടാവും. പിന്നെ എല്ലാ കാര്യങ്ങളുമായി ലാസ്റ്റ് വരെ അവരെ കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും 1000 രൂപ കൊടുത്താലും സാരമില്ല, ടെൻഷൻ ഇല്ലാണ്ട് പോകാമല്ലോ. ആദ്യമായിട്ടാകുമ്പോൾ പിന്നെ വെറുതെ ടെൻഷൻ അടിക്കണ്ടല്ലോ. അതുകൊണ്ട് പിന്നെ നമ്മളിത് അങ്ങനെ പൈസ അടച്ചിട്ട് അവിടെ വെയിറ്റ് ചെയ്യുവാണ്. പേഷ്യൻ്റെ ലഗേജും കാര്യങ്ങളെല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തോ കടലാസും കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ട് നോക്കുവാണ്. അപ്പോൾ അവർ പറഞ്ഞു ഇനി ഒരുപാട് ടൈം ഉണ്ട്, അതുകൊണ്ട് ഏകദേശം ആ ടൈം ആകുമ്പോൾ അകത്തേക്ക് കയറിയാൽ മതി. അപ്പോഴത്തേക്ക് ഫോട്ടോസ് എല്ലാം എടുക്കുന്നുണ്ടെങ്കിൽ ഫോട്ടോസ് എല്ലാം എടുത്തോന്ന് പറഞ്ഞു. അങ്ങനെ ഇത് എല്ലാവരും കൂടെ നിന്നിട്ടും ഫോട്ടോസ് എടുക്കലാന്ന് കേട്ടോ. പിന്നെ എന്നിട്ടും സമയമുണ്ട്. പിന്നെ കുറേ സമയം വർത്താനെല്ലാം പറഞ്ഞു നിന്നു. വെറുതെ അതിൻ്റെ ഉള്ളിൽ കയറിയാൽ ഒറ്റയ്ക്ക് ഇരിക്കുമല്ലേ വേണ്ടത്. അതുകൊണ്ട് തന്നെ പുറത്ത് തന്നെ നിന്ന് എല്ലാവരും വർത്താനെല്ലാം പറഞ്ഞു. പിന്നെ ഏകദേശം സമയമായിന്ന് കണ്ടേരം അവർ പറഞ്ഞു പിന്നെ എന്നാൽ പിന്നെ അകത്തേക്ക് കയറിക്കോന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ
അന്നേരം പിന്നെ ഓരോരാളായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കരയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചി എല്ലാവരോടും ഇങ്ങനെ യാത്ര പറയലാണ്. പിള്ളേർ അനുവായിരുന്നു കേട്ടോ ഭയങ്കര കരച്ചില്ല. അതെന്തായാലും ഉണ്ടാവുമല്ലോ, അമ്മ പോവുമല്ലേന്ന്. പിന്നെ നല്ലതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്, എന്നാലും കാണാൻ പറ്റൂലല്ലോ കുറച്ച് നാളത്തേക്ക്. അതിൻ്റെ വിഷമം എല്ലാവർക്കും ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ചേച്ചി എല്ലാവരോടും ഇതാ യാത്ര പറഞ്ഞിട്ട് പോവുമെന്ന്. അപ്പോൾ ഇപ്പോൾ എനിക്ക് കാണുമ്പോൾ നേരത്തെ ഒരു ഫീൽ എൻ്റെ മനസ്സിലേക്ക് വേണ്ടി ഇപ്പോഴും എനിക്ക് സങ്കടം വരുന്നു കേട്ടോ. അറിയാം നമുക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്, ചേച്ചീൻ്റെയും മക്കളെയും നല്ലതിന് വേണ്ടിയിട്ടാണ്, അപ്പോൾ ഓക്ക് രക്ഷപ്പെടാനുള്ളൊരു മാർഗ്ഗമാണ് ഇത് എന്നെല്ലാം അറിയാം. എന്നാലും ഇത്രയും ദൂരത്തേക്ക് പോയാലുമില്ലേ ആ ഒരു വിഷമം അത് നല്ലോണം ഉണ്ട് കേട്ടോ, എല്ലാവർക്കും ഉണ്ട്. എന്നാലും ഇപ്പം ഓക്കെ ആയി വരുന്നു. പിന്നെ എന്താ പറയുക, ഓള് പോയ സ്ഥലത്തായാലും എല്ലാം നല്ല ഓക്കെയാണ് കേട്ടോ. നല്ല ഫാമിലിയാണ് അവരായാലും, എല്ലാ കാര്യങ്ങളെല്ലാം നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇപ്പം എന്തായാലും ഹാപ്പിയാണ് കേട്ടോ. അന്നേരം ഭയങ്കര വിഷമം ഉണ്ടായിനി. പിന്നെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാണ് പോകുന്നത്. നാട്ടിലൊരു ജോലി ചെയ്ത് കഴിഞ്ഞാലും കിട്ടുന്ന അറിയാമല്ലോ ശമ്പളം എത്ര കിട്ടും എന്നില്ല കാര്യം. കുറേ കാലം വെച്ച് പിന്നെ ടെക്സ്റ്റൈൽസിലെല്ലാം നിന്നിട്ടുണ്ടായിനി. പിന്നെ ഒരു വണ്ടിയുടെ ഷോറൂമിൽ നിന്ന് വന്നേരാണ് കാലിന് ഒരു പ്രശ്നം വന്ന് ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞത്. ഇപ്പോഴും അത് ശരിക്കും ഓക്കെ ആയിട്ടൊന്നുമില്ല. അത് നടത്തം കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അത് ദൂരെ തേച്ച് പോകുന്നത് നിങ്ങൾ കാണുന്നുണ്ടോമോ. ഒരു സ്റ്റാഫും കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാനിങ്ങനെ അവിടെ നിന്ന് സൂം ചെയ്ത്, എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കില്ല. സൂം ചെയ്ത് ഇങ്ങനെ ചേച്ചീനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. ചേച്ചിയുടെ കാര്യങ്ങളെല്ലാം അവിടെ പോയിട്ട് ആ സ്റ്റാഫ് തന്നെ വേഗം വേഗം ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം റെഡി ആയിട്ടാകുമ്പം ചേച്ചി പിന്നെ നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു എല്ലാം ഓക്കെ ആയിട്ടുണ്ട്, നിങ്ങൾ പോയിക്കോന്ന് പറഞ്ഞു. എന്നാലും നമ്മൾ കുറച്ച് സമയം അവിടെ തന്നെ നിന്നു. അഥവാ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആവശ്യം വന്നിനെങ്കിലോ വിളിച്ചെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറേ സമയം കൂടെ പുറത്ത് നിന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റും തോന്നുന്നു, 50 രൂപയാണ്, 100 രൂപ എങ്ങാനും ഒരാൾക്ക് അടക്കണം. അപ്പോൾ അടുത്ത ഒരാൾ പറഞ്ഞു പിന്നെ അകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾ ഈ പുറത്ത് നിന്നിട്ട് കാണുന്നത് പോലെ മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ഈ ഗ്ലാസിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ കാണുന്നതില്ലേ അതേപോലെ തന്നെയാണ്. അതിൻ്റെ ജസ്റ്റ് അത് ആ ഗ്ലാസിൻ്റെ അപ്പുറത്ത് പോയി നിൽക്കണമെങ്കിലാന്ന് തോന്നുന്നു 100 രൂപയാണോ 50 രൂപയാണോ എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ അതുകൊണ്ട് പിന്നെ നമ്മൾ പൈസയൊന്നും അടച്ചിട്ടില്ല. അങ്ങനെ പിന്നെ കുറച്ച് സമയം കൂടെ നിന്നിട്ട് ചേച്ചി പറഞ്ഞു, ചേച്ചി വീഡിയോ കോളൊന്നും ചെയ്ത് എല്ലാം ഓക്കെയാണ് സെറ്റാണ് നിങ്ങൾ പോയിക്കോന്ന് പറഞ്ഞിട്ട് നമ്മളിതാ പോവുകയാണ്. അപ്പം ആ സൈഡിൽ പോയി നിന്നിട്ട് പിന്നെ വിമാനം വരുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് പിള്ളേരുടെ കൂടെ. അപ്പം അമ്മയെല്ലാം ഭയങ്കര ആകാംക്ഷയിൽ പോവുകയാണ് കേട്ടോ വിമാനം കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ പോയി നോക്കുമ്പോൾ അവിടെ ഒന്നും അങ്ങനെ കണ്ടിട്ടുണ്ടായിട്ടില്ല കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഏട്ടനെ കൊണ്ടാക്കാൻ വന്നേരം ഞാനും വൃദ്ധിയായിട്ടും കുറച്ച് അങ്ങോട്ട് നടന്നിട്ട് ദേവു ആയിരുന്നു നമ്മളിവിടെ. ദേവുവിന് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നത്തെ കോമഡി എന്ന് പറഞ്ഞാൽ ആടുന്ന് നമുക്ക് താഴേക്ക് വരണമല്ലോ, വണ്ടി താഴെയാണ് പാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങണം. അതിന് ഈ സംഭവം ഇല്ലത്, എസ്കലേറ്റർ അങ്ങനെ തന്നെയല്ലേ പറയുക. അപ്പോൾ ഈ സംഭവം ഇല്ലത്. അപ്പോൾ ഇതിൽ കയറാൻ എനിക്ക് ഭയങ്കര പേടി. ഞാൻ അവിടെ നിന്ന് കരഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇതിൽ കയറൂല എന്ന് പറഞ്ഞിട്ട്. പൃഥ്വിയേട്ടനാണെങ്കിൽ ഫസ്റ്റ് തന്നെ കൂട്ടാണ്ട് പോയേ. പൃഥ്വിയേട്ടൻ കയ്യിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ധൈര്യത്തിൽ കയറും, പക്ഷെ ഒറ്റക്കായതുകൊണ്ട് എനിക്ക് പേടി. അപ്പോൾ അമ്മ എന്നെ ആദ്യം ചീത്തയെല്ലാം പറഞ്ഞു, നീ എന്നാണ് ഇറങ്ങുന്നെല്ലാം പറഞ്ഞിട്ടേ. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ കൊണ്ട് അമ്മയും പേടിച്ചിട്ട് കരയുന്നു. അത് ഭയങ്കര കോമഡി ആയിരുന്നു. പക്ഷേ നമ്മളെ രണ്ടാളെ അവസ്ഥ കണ്ടിട്ട് ഒരു സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞു ലിഫ്റ്റ് ഉണ്ട് അതിൽ പോയിക്കോന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പിന്നെ വേഗം ലിഫ്റ്റ് കയറിയിട്ട് താഴെ ഇറങ്ങിയേട്ടാ. നമ്മൾ താഴെ ഇറങ്ങുമ്പോഴത്തേക്ക് പൃഥ്വിയേട്ടൻ എന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും മുകളിലേക്ക് പോയി. എന്നിട്ട് താഴേക്ക് വരുന്ന വിഷലാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. അങ്ങനെ എന്തായാലും നമ്മളിതാ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുവാന്ന് കേട്ടോ. പിന്നെ കൂടുതൽ ഞാനൊന്നും എടുത്തിട്ടില്ല. പിന്നെ പോകുന്ന വഴിയിൽ ആൻറ്റീനെയും മോളെയും അവരെ ബസ് സ്റ്റോപ്പിൽ അവിടെ ഇറക്കി. പിന്നെ നമ്മൾ ഒരു രാത്രി എങ്ങനെ എത്തിയാൽ ഫുഡ് കഴിച്ചിട്ടുണ്ടായിനെ. ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിനി. അതുകൊണ്ട് അങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഇപ്പോൾ എന്തായാലും ചേച്ചി ഹാപ്പി ആയിട്ട് പോയി. ഇപ്പോഴും ചേച്ചി ഹാപ്പിയാണ്. അപ്പം ഇനിയും അങ്ങോട്ട് മുന്നോട്ട് നല്ല അടിപൊളിയായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. ജീവിക്കാൻ പറ്റട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കണം. നമ്മളെയും പ്രാർത്ഥന അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.